ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നമുക്കൊരു ഫോട്ടോസോ വീഡിയോസോ വേറെ ആൻഡ്രോയിഡ് ഫോണിലോട്ട് ഷെയർ ചെയ്യാൻ ക്വിക്ക് ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ ഐഫോണിൽ നിന്ന് ഒരു ഫോട്ടോസോ വീഡിയോസോ ബാക്കി ഫയൽസോ വേറെ ഐഫോണിലോട്ടോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വേറെ ഡിവൈസിലോട്ടോ ഷെയർ ചെയ്യാനായിട്ട് ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പം ഐഫോണിൽ നിന്ന് ഒരു ഫോട്ടോ ആൻഡ്രോയിഡിലോട്ടോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്ന് ഒരു ഫോട്ടോ ഫയൽസ് ഐഫോണിലോട്ടോ ഷെയർ ചെയ്യാൻ നമ്മൾ വാട്സാപ്പ് അങ്ങനെയുള്ള തേർഡ് പാർട്ടി സർവീസാണ്. ഡയറക്റ്റ് ആ ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഷെയർ ചെയ്യുന്ന ടെക്നോളജി ഐഫോണും ആൻഡ്രോയിഡും തമ്മിൽ വർക്ക് ചെയ്യാറില്ല ഇതുവരെ. ഇപ്പോൾ ഗൂഗിൾ പിക്സൽ 10 ഒരു അടിപൊളി പരിപാടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ക്വിക്ക് ഷെയർ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഐഫോണിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ആപ്പിളിൻ്റെ പെർമിഷനോടല്ല ഗൂഗിൾ ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ തന്നെ അവരുടെ ടെക് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളൊരു ക്വിക്ക് ഷെയർ ചെയ്യുന്ന ഒരു ഫോട്ടോസോ വീഡിയോസോ വേറെ ഫോണിലോട്ട് ഷെയർ ചെയ്യുന്ന കണക്ക് തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ ഫോട്ടോ എടുക്കുക, ക്വിക്ക് ഷെയർ അടിക്കുക, അപ്പോൾ താഴെ ഐഫോണിൻ്റെ പേര് വരും, സെൻഡ് അടിക്കുക. ഐഫോണിൻ്റെ സൈഡിൽ എയർ ഡ്രോപ്പ് റിക്വസ്റ്റ് വരുന്നതായിട്ട് കാണിക്കും, ഫോട്ടോ റിസീവ് ആവും. അതേ കണക്ക് തന്നെ ഐഫോണിൽ നമുക്കൊരു ഫോട്ടോ ആൻഡ്രോയിഡിലോട്ട് അയക്കാൻ പറ്റും. അതായത് നമ്മൾ ഐഫോണിലെടുത്തിട്ട് എയർ ഡ്രോപ്പ് അടിക്കുന്ന സമയത്ത് ഈ ക്വിക്ക് ഷെയർ ഉള്ള ആൻഡ്രോയിഡ് ഫോൺ ഒരു എയർ ഡ്രോപ്പ് റിസീവറായിട്ട് അതിനകത്ത് കാണിക്കുകയും ഫോട്ടോസ് ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലോട്ട് അയക്കാനും പറ്റും. ഇത് ആക്ച്വലി ഒരു അടിപൊളി ടെക്നോളജിയാണ്. കാരണം എന്ന് വെച്ചാൽ ടെക്നോളജി അല്ല ഇത് ചെയ്യാൻ പറ്റുന്നത്, സിമ്പിൾ ടെക്നോളജിയാണ്. പക്ഷെ ആപ്പിൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ അവരുടെ ക്വിക്ക് ഷെയർ ഗൂഗിൾ തന്നെ എന്തൊക്കെയോ ചെയ്തു അവരത് വർക്ക് ചെയ്യിപ്പിച്ചെടുത്തു. പക്ഷെ ഇത് ആപ്പിളിൻ്റെ പെർമിഷനോട് ഇല്ലാതാണ് ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്യാച്ച്. ആപ്പിളിൻ്റെ ചില തോന്നിവാസങ്ങൾ ഇവിടെ ആപ്പിൾ കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യാം, ഗൂഗിളിൻ്റെ ഈ ഒരു ഫീച്ചർ. ആപ്പിൾ പക്ഷേ ബ്ലോക്ക് ചെയ്ത എല്ലാവരും ആപ്പിളിനെ കുറ്റപ്പെടുത്തുമല്ലോ വീണ്ടും. ആപ്പിളിന് അത് മൈൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആപ്പിൾ ഇത് ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ ഈ ടെക് അടിപൊളിയാണ്. അതായത് ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് തന്നെ ഒരു ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ പലരും ആൻഡ്രോയിഡ് യൂസേഴ്സും ആണ്, ഐഫോൺ യൂസേഴ്സും ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും ക്വാളിറ്റി പോകാതൊക്കെ അയക്കണം. അതിന് ഈ ആപ്പിള് ആൻഡ്രോയിഡ് എന്നുള്ള 2 എക്കോസിസ്റ്റം കൊണ്ട് അയക്കാൻ പറ്റത്തില്ലായിരുന്നു ഇതുവരെ. ഇതിപ്പോൾ നേറ്റീവായിട്ട് അയക്കാനായിട്ട് ക്വിക്ക് ഷെയർ ഒരു അടിപൊളി ടെക്കാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അടിപൊളി ഇന്നോവേഷനാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അടിപൊളി കംഫർട്ടാണിത് ആക്ച്വലി. അത് അറ്റ് ദ മൊമെന്റ് അടിപൊളിയാണ്. ഇപ്പം പിക്സൽ 10 മാത്രമേ ഉള്ളൂ, ഇനി എല്ലാ ഫോൺസിലോട്ടും വരും. അത് ബേസിക് ക്വിക്ക് ഷെയർ തന്നെയാണ്. അപ്പോൾ ഇത് ആപ്പിള് ദയവ് ചെയ്തത് ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇത് അടിപൊളി ടെക്കാണ്. അതായത് ആപ്പിളിലൊന്നുമില്ല, നോർമൽ എല്ലാ ആപ്പിൾ ഫോണിലും സാധാ എയർ ഡ്രോപ്പ് പോലെ ഇത് വർക്ക് ചെയ്യും. ബട്ട് അപ്പുറത്തെ സൈഡിൽ ക്വിക്ക് ഷെയറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പിക്സൽ 10 കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാ ഫോണിലും വന്നാൽ നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഐഫോൺ ടു ആൻഡ്രോയിഡ് ഒക്കെ അയച്ച് കളിക്കാം.